ഇവൻ്റെയൊക്കെ ലിംഗത്തിനെ കട്ട് ചെയ്ത് പട്ടിക്കിട്ട് കൊടുക്കണം. പട്ടി പോലും തിന്നാൻ അറയ്ക്കും. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. നമ്മുടെ നാട്ടിലിപ്പം കുറേ കള്ള പോറ്റിമാരും കുറേ കള്ള ജ്യോത്സ്യന്മാരൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവന്മാരെ പണി വേറൊന്നുമല്ല, പൂജയുടെ പേരും പറഞ്ഞ് പിള്ളേരെ പീഡിപ്പിക്കലാണ് ഇവന്മാരെ പണി. മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന ഒരു കള്ള ജ്യോത്സ്യൻ ബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് ഒരു 16-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇവൻ്റെ പേര് മുരാരി എന്നൊന്നുമല്ല, ഒരു രാജൻ ബാബു, വെണ്ടാർ സ്വദേശി രാജൻ ബാബു എന്നാണ് യഥാർത്ഥ പേര്. ഈ സംഭവം നടക്കുന്നത് കൊട്ടാരക്കര പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 16-കാരിയായ പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടിയുടെ കൂടെ കുട്ടിയുടെ അമ്മ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയെ പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് പെൺകുട്ടിയെ മാത്രം റൂമിനെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി റൂം അടച്ചിട്ടാണ് പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചത് ഈ കള്ള ജ്യോത്സ്യൻ. അവൻ്റെ ഉദ്ദേശം പൂജയൊന്നുമല്ല, ആ കുട്ടിയെ എങ്ങനെയെങ്കിലും പീഡിപ്പിക്കണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. നാട്ടുകാരൊക്കെ അറിഞ്ഞു. നാട്ടുകാർ ഇവിടെ ഇതിന് ജ്യോതിശാലത്തിൻ്റെ അകത്തേക്ക് വന്നപ്പോഴേക്കും ഈ കള്ള ജ്യോത്സ്യൻ എന്ന് പറയണവൻ പുറത്തൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. മുരാരി ജ്യോതിശാലയം എന്ന് പറഞ്ഞ പേരിലാണ് ഈ പുള്ളി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ പുത്തൂർ സ്റ്റേഷനിലെ പോലീസുകാർ ഈ രാജൻ ബാബു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പോസ്കോ കേസ് എടുത്തിരിക്കുകയാണ്. ഈ മുരാരി എന്ന് പറയുന്ന രാജൻ ബാബു ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ പുള്ളിക്കാരൻ ഒളിവിലാണ്. പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ കള്ള പോറ്റികളും കുറേ കള്ള ജ്യോത്സ്യന്മാരും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ പൂജ, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ പീഡിപ്പിക്കാനും പൈസ തട്ടാനും വേണ്ടിയിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കെണിയിൽ പെടാതിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ നല്ല ആൾക്കാരും ഉണ്ട്, നല്ല ജ്യോതിഷരും നല്ല പോറ്റിമാരും ഉണ്ട്. ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇതുപോലെ കുറേ കള്ള പോറ്റിമാരും കുറേ കള്ള ജ്യോത്സ്യന്മാരും കാരണം നല്ല ആൾക്കാരുടെ പേര് വരെ ചീത്തയാക്കുന്നു ഇവർ. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവൻ്റെയൊക്കെ സാധനത്തിൻ്റെ മറ്റേ തടിക്കണ്ടത്തിൽ വെച്ചിട്ട് ചിക്കൻ കട്ട് ചെയ്യും പോലെ കുഞ്ഞുകുഞ്ഞാന്ന് കട്ട് ചെയ്ത് തള്ളണം. അതാണ് ഇവന്മാർക്ക് ആവശ്യം. ഇവൻ്റെയൊക്കെ ലിംഗത്തിനെ കട്ട് ചെയ്ത് പട്ടിക്കിട്ട് കൊടുക്കണം. പട്ടി പോലും തിന്നാൻ അറയ്ക്കും. ഈ മുരാരി എന്ന് പറയുന്നവന് വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ കാണുമല്ല, പെൺമക്കളൊക്കെ കാണുമല്ല. ഈ പെൺകുട്ടികളൊക്കെ എന്ത് പറഞ്ഞ് വീട്ടിൽ അമ്മ തനിച്ചാക്കി പുറത്തു പോകും. ചിലപ്പോൾ അവൻ്റെ മോളെ വരെ പീഡിപ്പിച്ചെന്ന് വരും ഇവൻ. ഇനിയൊരു പെൺകുട്ടികൾക്കും ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല.